PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC ജൂൺ 25 അതായത് 25/6/2025 നടത്തിയിട്ടുള്ള പ്യൂൺ, റൂം അറ്റൻഡൻറ്റ്, നൈറ്റ് വാച്ച്മാൻ എന്ന മെയിൻ പരീക്ഷയുടെ PSC തന്നെ തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീയാണ് വായിക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ കാറ്റഗറി കോഡ് എന്ന് പറയുന്നത് 696/2023 697/2023 ആണ്. അപ്പോൾ ഇത് മെയിൻ പരീക്ഷയായിരുന്നു. ഇതിൻ്റെ പ്രിലിമിനറി എക്സാമിനേഷൻ മുമ്പ് PSC നടത്തിയിട്ടുള്ളതാണ്. അതിൻ്റെ മെയിൻ പരീക്ഷയ്ക്ക് ഏകദേശം 37,000 ചില്ലാൻ പേരാണ് കൺഫേം ചെയ്തിരിക്കുന്നത്. ഇനി ഈ പരീക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പരീക്ഷ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും പറയാനില്ല. എന്നിരുന്നാലും ചില സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പിന്നെ ചില ചോദ്യത്തിനൊക്കെ 6-7 ഓപ്ഷനൊക്കെ തന്നിട്ടുള്ള കാരണം അങ്ങനെ അതിൻ്റെയൊക്കെ ഉത്തരം കണ്ടെത്താനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ സയൻസ് ഭാഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സയൻസ് 1-2 ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സാധാരണ കണ്ടുവരുന്ന ചോദ്യങ്ങളും തന്നെയാണ്. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടിച്ചില്ല. പിന്നെ അതുപോലെ മാത്സ് പറയുകയാണെങ്കിൽ മാത്സ് ഒരു ചോദ്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നല്ല ഈസി തന്നെയായിരുന്നു. പിന്നെ മെൻ്റൽ എബിലിറ്റി, റീസണിങ് ആണെങ്കിലും വളരെ ഈസി തന്നെയായിരുന്നു. സാധാരണ PSC ചോദിക്കുന്ന അതേ മോഡലിൽ തന്നെയാണ് എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ടുള്ള സിലബസ് തന്നിട്ടുള്ളതിൽ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ടുള്ള ചില ചോദ്യങ്ങൾ ഇപ്പോൾ ജനറൽ നോളജിലാണെങ്കിലും അതുപോലെ ആനുകാലിക വിഷയങ്ങളാണെങ്കിലും ഒക്കെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചാൽ ബാക്കിയൊക്കെ ഏകദേശം എളുപ്പം തന്നെയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു വേക്കൻസി ഒക്കെ വെച്ച് നോക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ സമയത്ത് വേക്കൻസി ഒക്കെ കുറവ് തന്നെയായിരുന്നു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് എങ്ങനെയും കുറച്ച് കൂടാൻ തന്നെയാണ് സാധ്യത. ഏകദേശം 70-ന് മുകളിൽ വരുമെന്നാണ് ഞാൻ കണക്കാക്കണത്. പിന്നെ ഇതിൻ്റെ ഫൈനൽ ആൻസർ കീയൊക്കെ കറക്ഷനൊക്കെ കഴിഞ്ഞ് പിന്നീട് ഫൈനൽ ആൻസർ കീ വരുമ്പോഴേ മുഴുവനായിട്ടും പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ, ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണന ക്രമത്തിലാക്കുക. അപ്പോൾ ആദ്യം വരുന്നത് ഈഴവ മെമ്മോറിയൽ, പിന്നെ വൈക്കം സത്യാഗ്രഹം, പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹം, പിന്നെ പാലിയം സത്യാഗ്രഹം. അതായത് B ആണ് ഉത്തരം. ഇനി 2, ബ്രിട്ടീഷ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ചേറ്റൂർ ശങ്കരൻ നായർ. 3, 1900 ഏത് വൈസ്രോയ്ക്കാണ് 2ാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? B ലോർഡ് കേഴ്സൺ. ഇനി 4, ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന എല്ലാം ശരിയാണ്. അപ്പോൾ D ആണ് ഉത്തരം. ഇനി 5, സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് A വൈകുണ്ഠസ്വാമികൾ. 6, 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത്? B DK കാർവേ. 7, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം? B ചൗരി ചൗര സംഭവം. 8, സന്യാസി കലാപം നടന്നത്? A ബംഗാൾ. 9, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? B ബോംബെ. 10, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത്? C വില്യം ജോൺസ്. ഇനി 11, ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെൻറ്റിലെ ലോകസഭയിൽ? B ആണ്. 12, മൗലിക അവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് അനുച്ഛേദം 206 പ്രകാരം ഏത് കോടതിയാണ് സമീപിക്കാൻ കഴിയുന്നത്? B ഹൈക്കോടതി. 13, വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 ആയി കുറച്ചു ഭരണഘടന ഭേദഗതി? A 61ാം ഭേദഗതി. 14, വിദ്യാഭ്യാസം ഏത് ലിസ്റ്റ്? A കൺകറന്റ് ലിസ്റ്റ്. 15, താഴെ പറയുന്നവയിൽ രാജ്യസഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവന? 1ഉം 2ഉം ശരിയാണ്. C ആണ് ഉത്തരം. ഇനി 16, വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്ത്? A 2025 മെയ് 2. 17, 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്? D ആണ്. 18, സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനും ഒപ്പം നിർണായക പങ്കുവഹിച്ച മലയാളി? A VP മേനോൻ. 19, ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ? B ഗുൽസാരിലാൽ നന്ദ. 20, ഏത് രാജ്യവുമായാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത്? C ചൈന. 21, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ? D ഡോക്ടർ APJ അബ്ദുൽ കലാം. 22, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനം? A ആന്ധ്രാപ്രദേശ്. 23, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം? C വാരണാസി. 24, ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ? A ഡോക്ടർ V നാരായണൻ. 25, ഇന്ത്യയിലെ വിവിധ നദീതട പദ്ധതികളും അവയുടെ നദികളും ചുവടെ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡികൾ? അതിന് 1 ഹീരാക്കുഡ് എന്നുള്ളത് മഹാനദി, സർദാർ സരോവർ എന്നുള്ളത് നർമ്മദ, കൃഷ്ണരാജസാഗർ എന്നുള്ളത് കാവേരി, പിന്നെ നിസാം സാഗർ എന്നുള്ളത് ഗോദാവരി. അപ്പോൾ C ആണ് ഉത്തരം.
ഇനി 26 കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് എ അഗസ്ത്യമല. 27 പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ബി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ. 28 തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ ഡി കൊല്ലം ചെങ്കോട്ട. 29 ഹിമാലയ പർവ്വതനിരയായ ഹിമാദ്രിയുടെ സവിശേഷതകൾ അല്ലാത്തത് സി ആണ് 1ഉം 4ഉം അല്ല എന്നുള്ളത്. ഇനി 30 മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ബി നല്ലളം. ഇനി 31 2027 ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സൗദി അറേബ്യ എ. 32 കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. അപ്പോൾ ഒന്നാമത്തേന് 3 ഏറ്റവും ചെറിയ ദേശീയോദ്യാനം, പിന്നെ 2 മതികെട്ടാൻ ഷോല എന്നുള്ളതിന് 2003 ദേശീയോദ്യാനമായി, പിന്നെ 3 ഇരവികുളം എന്നുള്ളത് നീലഗിരി താർ, ഇനി 4 സൈലന്റ് വാലി എന്നുള്ളത് നീലഗിരി കുന്നുകൾ. ഇനി 33 ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശികവാദമായ ഉഷ്ണക്കാറ്റിനെ ലൂ എന്ന പേരിൽ സി ആണ്. 34 പെരിയാർ നദിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ 1ഉം 3ഉം 4ഉം ശരിയാണ്. അപ്പോൾ എ ആണ് ഉത്തരം. ഇനി 35 കെ സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതി. 36 നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്ന ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം ബി പെരിയാർ ടൈഗർ റിസർവ്. 37 ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഡി പുല്ലമ്പാറ. 38 കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കപ്പെടുന്നതുമായ മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണ് ബി കരേവാസ് മണ്ണ്. ഇനി 39 മഴ കുറഞ്ഞ പ്രദേശങ്ങളെ സി ആണ് മഴനിഴൽ പ്രദേശങ്ങൾ എന്നറിയപ്പെടുന്നു. ഇനി 40 വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങൾ തെറ്റായവ, അത് 1ഉം 4ഉമാണ് തെറ്റ്, എ ആണ് ഉത്തരം. 41 ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിന്റെ ലക്ഷ്യം ബി മ്യാൻമറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണിത്. ഇനി 42 കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് എന്നറിയപ്പെടുന്നതുമായ തുറമുഖം ഡി നീണ്ടകര. 43 കേരളത്തിൻ്റെ വനമേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ, 3ാമത്തെയും 4ാമത്തെയാണ്. സൈലന്റ് വാലി ഒരു ഉഷ്ണമേഖല നിത്യഹരിത വനപ്രദേശമാണ്. കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതൽ ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ എ ആണ് ഉത്തരം. ഇനി പട്ടിക 1ഉം പട്ടിക 2ഉം തന്നിട്ട് ചേരുംപടി ചേർക്കാനായിട്ട്. അപ്പോൾ സി ആണ് എൻ്റെ ഉത്തരം. 1ന് 3ാമത്തെ, 2ന് 4ാമത്തെ, 3ന് 1ാമത്തെ, 4ന് 2ാമത്തെ. 45 താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായവ കണ്ടെത്തുക. അത് ബൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക, രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട്, ഡി ആണ് ഉത്തരം. 46 കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശകാവ്യം ഡി കോകില സന്ദേശം. 47 ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികളുടെ പേരുകളാണ് ചുവടെ ചേർത്തിരിക്കുന്നത്. അവയെ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക് എന്ന തരത്തിൽ ക്രമീകരിച്ച് എഴുതുക. അപ്പോൾ ഏറ്റവും പുറത്ത് ഭൂവൽക്കം, പിന്നെ മാൻഡിൽ, പിന്നെ പുറകാമ്പ്, പിന്നെ അകകാമ്പ്. ഇനി 48 താഴെ പറയുന്ന പ്രസ്താവനകൾ തെറ്റായത് കണ്ടെത്താനാണ്. അപ്പോൾ 1ഉം 4ഉം 6ഉം കണ്ടു, 6 ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ സി ആണ് ഉത്തരം. 49 2025 മാർച്ചിൽ അന്തരിച്ച വാൽകിൽമർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? സി ചലച്ചിത്ര രംഗം. 50 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഡി സാറ ജോസഫ്. 51 വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ബി ഒഡീഷ. 52 സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് ബി ശാസ്താംപാറ. 53 കരിമ്പൻ എന്നത് ഏത് വിഭാഗത്തിൽ പെടുന്നു? സി ഫംഗസ്. 54 നാഗപതി വയ്ക്കൽ നടത്തുന്ന സസ്യത്തിന് ഉദാഹരണം ഡി കുരുമുളക്. 55 മനുഷ്യ ശരീരത്തിൽ ആന്തര സമസ്ഥിതി പാലത്തിനെ സഹായിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം എ ഹൈപ്പോതലാമസ്. 56 കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല സി തിരുവനന്തപുരം. 57 അസ്കോബിക് ആസിഡ്, അത് വിറ്റാമിൻ സി, സി തന്നെയാണ് ഉത്തരം. ഇനി 58 സിംല കരാർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എ ആണ്. 59 യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ, അത് കൂടിയാട്ടവും പിന്നെ കഥകളി, എ ആണ് ഉത്തരം. 60 കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത്. അപ്പോൾ കോൺവെക്സ് മിററാണ്. അപ്പോൾ വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കും, അത് ശരിയാണ്. പിന്നെ 4ാമത്തെ പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണ്. അപ്പോൾ എ ആണ് ഉത്തരം. ഇനി 61 താഴെ തന്നിരിക്കുന്നതിൽ ശാസ്ത്രജ്ഞരും കണ്ടുപിടുത്തങ്ങളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക. അപ്പോൾ ഇതിൽ 1 മാത്രമേ ഉള്ളൂ, ഇലക്ട്രോൺ ജെ തോംസനാണ്. ബാക്കിയൊക്കെ തെറ്റാണ്. ന്യൂട്രോണാണ് ജെയിംസ് ചാഡ്വിക്ക് വരുന്നത്. പ്രോട്ടോൺ റൂദർഫോർഡ്. ഇനി
1 ബി ആണ് ഉത്തരം, 1 മാത്രം ശരി എന്നുള്ളത്. ഇനി 62 താഴെ പറയുന്നതിൽ സിങ്ക് വേർതിരിച്ചെടുക്കാൻ വേഗത്തിലും എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിൽ സി ആണ് സിങ്കിൻ്റെ അയിര് കലാമിൻ. ഇനി 63 താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് മൂലകത്തെ? ന്യൂട്രോൺ ഇല്ല, മാസ് നമ്പർ 1 ഹെൻറി കാവൻഡിഷ്, അത് ഹൈഡ്രജൻ തന്നെയാണ്, ബി. ഇനി 64 താപപ്രേഷണമായി താഴെ തന്നിരിക്കുന്ന പ്രസ്താവന ശരിയായത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എല്ലാം ശരിയാണ്, ഇപ്പോൾ ഡി ആണ് ഉത്തരം. 65 2023 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് എന്തിൻ്റെ കണ്ടുപിടുത്തം? അത് സി ക്വാണ്ടം ഡോട്ട്. 66 DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ? ഡി ഡോക്ടർ സമീർ വി കാമത്ത്. ഇനി 67 താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ ഉൾപ്പെടാത്ത ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്? ബി സുന്ദർലാൻഡ്. 68 മലമ്പനി രോഗകാരിയെ പ്ലാസ്മോഡിയം പ്രോട്ടോസോവ വിഭാഗത്തിലാണ്, സി ആണ് ഉത്തരം. 69 വൈഡാൽ പരിശോധന ബി ആണ് സാൽമണല്ല ടൈഫി. ഇനി 70 രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം സി ആണ് മോണോസൈറ്റ്. 71 ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ സമയം ഡി 0.8 സെക്കൻഡ്. 72 എലിപ്പനിക്ക് കാരണമായ രോഗകാരി എ ആണ് ലെപ്റ്റോസ്പൈറ എന്ന് പറഞ്ഞത്. ഇനി 73 ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിൻ ഡി BCG. 74 രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് 9 തൊട്ട് 11 മില്ലിഗ്രാം, ബി ആണ് ഉത്തരം. 75 മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്ഥലപാളി സി മെനിഞ്ചസ്. 76 മുറിവ് ഉണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്നത് സഹായിക്കുന്നത് ഡി ആണ് ജീവകം കെ. 77 ലോക പ്രകൃതി സംരക്ഷണ ദിനം സി ജൂലൈ 28. 78 പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യവകുപ്പ് രൂപീകരിച്ച പദ്ധതി ബി മിഠായി. 79 അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് കാരണമാകുന്ന രോഗകാരി സി ആണ് നെയ്ഗ്ലേരിയ ഫൗലേറി. 80 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? എ ആണ് ആശാധാര. ഇനി 81 തൊട്ട് 90 വരെ മാത്സ് ആണ്, അത് നമ്മൾ പ്രത്യേകം വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യേണ്ട വിധം ഇതിൽ നോക്കിയറിയാം. 81ാമത്തെ ശരിയായത് 9 × 6 54 82 20ൻ്റെയും 30ൻ്റെയും ഉസാക 10, അപ്പോൾ ലാസാകു 60 എ. ഇനി 83 8/3 3/4, അപ്പോൾ 8/3 × 3/4 2 ഉത്തരം വരും, ബി ആണ്. 84 726 സെൻറ്റിമീറ്റർ നീളമുള്ള കയറിനെ 100 തുല്യഭാഗങ്ങളായി മുറിച്ചാൽ ഓരോ കഷ്ണത്തിൻ്റെയും, അപ്പോൾ 726/100 7.26 സെൻറ്റിമീറ്റർ. ഇനി 85 8 സ്ക്വയർ എന്ന് പറയുമ്പോൾ 64, 9 സ്ക്വയർ 81, കൂട്ടുമ്പോൾ 145, ബി കിട്ടും. ഇനി 86 ബാസ്കറ്റ് ബോൾ കളിക്കാരൻ്റെ 6 കളികളുടെ ശരാശരി സ്കോർ 18, അപ്പോൾ ടോട്ടൽ 18 × 6 വരും. അടുത്ത കളിയിൽ അയാൾ 25 പോയിൻ്റ് എടുത്താൽ പുതിയ ശരാശരി, അപ്പോൾ അതിൻ്റെ കൂടെ +25 ചെയ്തിട്ട് ആ കിട്ടിയ ഉത്തരത്തിനെ 7 കൊണ്ട് ഹരിക്കുക, അപ്പോൾ 19 സി കിട്ടും. ഇനി 87 റൂട്ട് 64 8 റൂട്ട് 100 10, അപ്പോൾ 8 + 10 18. 88 ഒരു വ്യക്തി 1200 രൂപയ്ക്ക് വാങ്ങിയ ഒരു വീട്ടുപകരണം 1500 രൂപയ്ക്ക് വിറ്റു, അപ്പോൾ ലാഭശതമാനം 1500 - 1200, അപ്പോൾ 300 രൂപ ലാഭം കിട്ടും. 300/1200 × 100 25%, ബി. ഇനി ചിത്രത്തിൽ അടയാളപ്പെടുത്തിയ കോൺ, അപ്പോൾ ബാഹ്യകോൺ 130 എന്ന് പറയുന്നത് ആന്തര ഉൾക്കോണുകളുടെ തുകയാണ്, അപ്പോൾ 60 + 70 ചെയ്യുമ്പോഴാണ് 130 വരിക, അപ്പോൾ ബി 70. ഇനി 90 ഒരു സൈക്കിൾ സവാരിക്കാരൻ 45 കിലോമീറ്റർ ദൂരം 3 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്നെങ്കിൽ അയാളുടെ ശരാശരി വേഗത, അപ്പോൾ വേഗത സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈം, അപ്പോൾ 45/3 15 km/h. ഇനി 91 വില കാണുക. 5 + 3 ബ്രാക്കറ്റിൽ തന്നെ അത് ആദ്യം ചെയ്യണം, അപ്പോൾ 8 × 4 4 4 + 4² 20 എ ആണ്. ഇനി താഴെ തന്നിരിക്കുന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ 2ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 6 കിട്ടും, 6ൻ്റെ കൂടെ 8 കൂട്ടിയാൽ 12 കിട്ടും, 12ൻ്റെ കൂടെ 8 കൂട്ടിയാൽ 20 കിട്ടും, അപ്പോൾ 20ൻ്റെ കൂടെ 10 കൂട്ടിയാൽ ബി 30. ഇനി അപ്പോൾ 91 തൊട്ട് മെൻ്റൽ എബിലിറ്റി റീസണിങ് ആണ്, അപ്പോൾ 100 വരെ. ഇനി 93 താഴെ തന്നിരിക്കുന്ന സംഖ്യയിൽ അഭാജ്യ സംഖ്യകളുടെ സെറ്റ്, അഭാജ്യ സംഖ്യകൾ എന്ന് പറയുമ്പോൾ 2 3 5 11 സി ആണ്. ഇനി 0 ഏത് തരത്തിലുള്ള സംഖ്യയാണ്? നമുക്കറിയാം 0 ഒരു പൂർണ്ണസംഖ്യയാണ്, എണ്ണൽ സംഖ്യയല്ല, പിന്നെ രേഖീയ സംഖ്യ, അപ്പോൾ ഡി ആണ് 1 3 ശരി. 95 താഴെ പറയുന്നത് ഒറ്റയാനെ, ബാക്കിയെല്ലാം വർഗ്ഗങ്ങളാണ്, 36 25 49, അപ്പോൾ സി ആണ് 28. 96 ഇവിടെ തന്നിരിക്കുന്ന അക്കങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റുന്ന ഗണിത ശാസ്ത്ര ഉപകരണം പ്രൊട്രാക്ടർ, ബി ആണ്. 97 സീതയ്ക്ക് മകൻ്റെ 3 മടങ്ങ് പ്രായമുണ്ട്, അപ്പോൾ വയസ്സുകളുടെ തുക തന്നിട്ടുണ്ട് 60, അപ്പോൾ മകൻ്റെ വയസ്സ് 15 കിട്ടും. ഇനി 98 10 മണിക്ക് യാത്ര തിരിക്കുന്നത് 1 മണിക്ക് എത്തുമ്പോൾ 3 മണിക്കൂർ, ബി ആണ് ഉത്തരം. 99 3/2 × 10, അപ്പോൾ സി 15 കിട്ടും.
ഇനി 100ാമത്തെ 65 പേരുള്ള ക്ലാസ്സിൽ സിദ്ധാർത്ഥ് മുന്നിൽ നിന്ന് 37ാമത്. അപ്പോൾ പിന്നീന്ന് സിദ്ധാർത്ഥിൻ്റെ റാങ്ക് C29. അപ്പോൾ ഇത്രയാണ് പ്രൊവിഷണൽ ആൻസർ കീ. അപ്പോൾ ഇതിൻ്റെ കറക്ഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ആൻസർ കീ PSC പിന്നീട് പബ്ലിഷ് ചെയ്യും. ഓക്കെ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.